the Lord. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവമില്ലേ? പുറത്തിറങ്ങുവാൻ കഴിയാതെ അകത്തളത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവം. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ദൈവത്തെ സംശയിക്കേണ്ട. വാക്ക് പറഞ്ഞ കർത്താവിനെ സംശയിക്കരുത്. അവിടുത്തെ വാക്കുകൾക്ക് മാറ്റം വരത്തില്ല. സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിനോ അവിടുന്ന് പറഞ്ഞ വാക്കുകൾക്കോ ഒരിക്കലും മാറ്റമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഡാനിയലിനോടൊന്ന് പോയി ചോദിച്ചേ, ശത്രുവിന്റെ വായിൽ നിന്ന് കർത്താവ് വിടുവിക്കുമോ എന്ന്. കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ ചുറ്റും ഇരുളേറിയ അനുഭവത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുമോ എന്ന് ഡാനിയൽ പറയും, നിശ്ചയമായും കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ എത്ര കെട്ടപ്പെട്ടിരിക്കുന്ന അനുഭവമാണെങ്കിലും, എത്ര പൂട്ടി അകത്ത് വെച്ചിരിക്കുന്ന അനുഭവമാണെങ്കിലും, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആ സാഹചര്യത്തെ മൈൻഡ് ചെയ്യാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ. ദാനിയേൽ എന്ന ഭക്തന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദിവസം 3 നേരം മുട്ടുമടക്കുന്ന ഒരു സ്വഭാവം. എവിടെയാ? ദൈവ സാന്നിധ്യത്തിൽ. ആ ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ നമുക്കും ഫോളോ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സ്വഭാവം, ഒരു ജീവിത രീതി നമുക്കുണ്ടെങ്കിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കർത്താവ് നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുമോ? ഇല്ല. ദിവസത്തിന്റെ ചില സമയം പിതാവാം ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാൻ മാറ്റിവെക്ക. അവിടുത്തെ പൊന്നുമാർവിൽ ചാരിയിരിക്കുക. എത്ര ഇരുളേറിയ അവസ്ഥയാണെങ്കിലും, പുറത്തു വരുവാൻ യാതൊരു സാധ്യതയില്ലെങ്കിലും, ചുറ്റും ശത്രു പ്രബലമായി നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ, ശത്രുവിന്റെ വായ അടച്ച് കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവ സാന്നിധ്യത്തിന് സാധിക്കും. അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്. പുറത്തിറങ്ങുവാൻ ഒരു വഴിയുമില്ല. ചുറ്റും ഇരുള, കൈകാൽ ബന്ധിച്ചിരിക്കുക, വാതിൽ പൂട്ടിയിരിക്കുക. എന്നാൽ അടിസ്ഥാനത്തെ കുലുക്കി മാനുഷിക കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി ദൈവഭക്തരെ പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ലോക സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായിരിക്കാം. പക്ഷേ കർത്താവിന്റെ കരം പ്രവർത്തിക്കും. ആരത് തടുക്കും? നിങ്ങൾ പുറത്തു വരും. ജീവനുള്ള ദൈവം ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തും. ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് അങ്ങിന്ന് ഇടപെട്ട ഈ വചനത്തിന് സ്തോത്രം. ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, പുറത്തിറങ്ങുവാൻ സാധ്യതയൊന്നുമില്ലെങ്കിലും, മാനുഷികമായി ഒരു വിടുതലിന്റെ ലക്ഷണങ്ങളൊന്നും അങ്ങയുടെ മക്കൾ കാണുന്നില്ലെങ്കിലും, പ്രതീക്ഷയുടെ കിരണമാകുന്ന അങ്ങയുടെ വചനം ജനത്തിന്റെ ഉള്ളിലേക്ക് അവിടെ നിന്ന് അടുപ്പിച്ചതിനായി സ്തോത്രം. താങ്ക് യു അപ്പാ. അങ്ങയുടെ പൊന്നു മക്കളെ, അവിടുത്തെ ജനത്തെ അങ്ങ് സഹായിക്കണമേ. ഒരു വലിയ വിടുതൽ ഇന്ന് സ്വർഗം കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം. ഇനിയും ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞ ചില വാതിലുകൾ അങ്ങയുടെ മക്കളുടെ മുമ്പാകെ തുറന്നതിനായി സ്തോത്രം. ചില ബന്ധനങ്ങൾ തനിയെ പൊട്ടി മാറിയതിനായി നന്ദി. താങ്ക് യു മൈറ്റി ഗാഡ്. അങ്ങയുടെ സാന്നിധ്യത്തിന് സ്തോത്രം. ഒരു വലിയ സ്വാതന്ത്ര്യം അങ്ങയുടെ പൊന്നു മക്കളുടെ മനസ്സിനും ശരീരത്തിനും അവിടുന്ന് കൽപ്പിച്ചതിനായി നന്ദി. Thank you, Papa. Love you, Jesus. Love you, mighty God. അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അവിടുത്തെ മക്കൾക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഡാനിയേൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ, അങ്ങയുടെ ദാസന്മാർ കാരാഗൃഹത്തിലും അങ്ങയെ ആരാധിച്ചതുപോലെ, അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സ്ഥിരത ഞങ്ങളുടെ ആരാധനയിൽ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾക്ക് തരണമേ.
സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അങ്ങയുമായിട്ടുള്ള ഞങ്ങളുടെ റിലേഷനിൽ കോട്ടം സംഭവിക്കാതെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കാക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പൊന്നുമക്കളെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.